ഹായ് നമസ്തേ, ഞാൻ മുംബൈ മലയാളി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷം അങ്ങനെ എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഞാനും എൻ്റെ ഈ സൗഹൃദ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുകയാണ് നിങ്ങളേവരെയും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ എന്നെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരുവാൻ വേണ്ടി കൂടിയാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ. ചിലർക്ക് എന്നെ നന്നായി മനസ്സിലാവും, ചിലർക്ക് എന്നെ മനസ്സിലാവാത്തവരും ഉണ്ടാവും. ഇതിൽ വളരെ ചുരുക്കമായിട്ട് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഭൂരിപക്ഷം ആൾക്കാർക്കും എന്നെ അറിയാമായിരിക്കാം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള പോലെ ആയിരിക്കാം. എങ്കിൽ പോലും എന്നെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ മുംബൈ മലയാളി എന്ന പേര് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ സ്വീകരിക്കാൻ കാരണം, മുംബൈയിൽ 26 വർഷത്തെ സർവീസ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. അത് വീണ് കിട്ടിയ ഒരു അവസരമായി ഞാൻ കരുതുന്നു. കാരണം ആ ഒരു സൗഭാഗ്യം, ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു അവസരമായി കാണുന്നു ഞാൻ. അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ധാരാളം ആൾക്കാർ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ, ഇവിടെ ഈ FBയിൽ എൻ്റെ ഈ സുഹൃത്തുക്കളിൽ ധാരാളം പേര് മുംബൈയിൽ ജോലി ചെയ്തവരും കാണും, അവിടെ പോയിട്ടുള്ളവർ കാണും. പക്ഷെ മുംബൈ എന്ന നഗരം എന്നെന്നും ഇന്നും ഒരുപക്ഷെ ഇന്നും പോലും ഒരു സ്വപ്ന നഗരിയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ആ നഗരത്തിൽ നമുക്ക് കിട്ടാവുന്ന പരമാവധി ചൂഷണം ചെയ്യുക, എന്തൊക്കെ നമുക്ക് ലഭിക്കും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് എൻ്റെയും ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് അവിടെ സാധിക്കുവാൻ കിട്ടിയത്, ഒരു തുലാസിൽ തൂക്കുകയാണെങ്കിൽ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അതൊക്കെ നമുക്ക് ഏറ്റുവാങ്ങണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അത് ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ തീർച്ചയായും. അതോടൊപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് മുംബൈ നഗരം ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെ ജീവിക്കാം, എങ്ങനെ ചിലവ് ചുരുക്കിയും ലാവിഷായിട്ടും ഒക്കെ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുംബൈ. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ ഏതൊരു അവസരത്തിലും ആരുമായും നമുക്ക് സഹകരിച്ച് ജീവിക്കാനുള്ള ഒരു ശേഷി, ഒരു പ്രാപ്തി ഉണ്ടാക്കി തരുന്ന ഒരു വലിയ മഹാനഗരമാണ് മുംബൈ. അത് ഞാൻ പറയാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കേൾവിയിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവാം. എങ്കിൽ പോലും നേരിട്ടറിയാവുന്നവരും കാണും. അവർ ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാം. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ പറയുവാനില്ല. കാരണം നമുക്ക് സ്നേഹം, നമ്മുടെ ഷെഫ് പിള്ളൈ എൻ്റെ ഒരു സുഹൃത്ത് കൂടി ആണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുന്നതിൽ അഭിമാനപരിസരം ഞാൻ പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും. അദ്ദേഹം ഈ വയനാട്ടിലൊക്കെ പോയി എന്തുമാത്രം സേവന പ്രവർത്തനങ്ങളാണ്, ഫ്രീ ഫുഡ് ദിനം പ്രതി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിലെ ഈ സംഭവം നടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭാഗ്യവശാൽ എനിക്ക് മുംബൈയിൽ അല്ല, എനിക്ക് അവസരം കിട്ടിയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മകളെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത്, മകൾ അവിടെ ജോലി ചെയ്യുന്നു ടെക് മഹീന്ദ്ര കമ്പനിയിൽ. അപ്പോൾ IT ഫീൽഡിലാണ്. അപ്പോൾ ഞാനും വൈഫും എല്ലാം കൂടി, എൻ്റെ വൈഫ് ബിന്ദു, മകൾ പൂജ നായർ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒരു 4-5 മാസക്കാലം അവിടെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു താമസം. അപ്പോൾ എനിക്ക് അവിടെ ധാരാളം വീഡിയോകൾ ചെയ്യാനായിട്ട്, അപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പരിചയപ്പെടുത്താത്ത തന്നെ ചിലർക്ക് അറിയാമായിരിക്കും, ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മുംബൈ മലയാളി @മുംബൈ മലയാളി എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം അതിലൂടെ ഞാൻ ധാരാളം വീഡിയോകൾ മുംബൈയിലെയും ബാംഗ്ലൂരെയും നാട്ടിലെയും, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടതിന് ശേഷം നാട്ടിലെയും വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കയറി കാണുക. @മുംബൈ മലയാളി. ഞാനിവിടെ എൻ്റെ കമൻറ്റായി പിൻ ചെയ്തേക്കാം എൻ്റെ ചാനലിൻ്റെ പേരും ഒക്കെ. അപ്പം നല്ല നല്ല വീഡിയോകൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പരസ്പരം ബന്ധപ്പെടുവാനും സ്നേഹം പങ്കിടുവാനും, നമ്മുടെ എന്തൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസുകളുണ്ട് അത് ഷെയർ ചെയ്യുവാനും ഉള്ള അവസരമായി കാണുക. അപ്പം ഈ പ്ലാറ്റ്ഫോം പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എൻ്റെ ഈ മുംബൈ മലയാളി എന്ന എനിക്ക് ഫ്രണ്ട്ഷിപ്പ് തന്ന് എൻ്റെ കൂടെ ചേർന്ന് ഷെയർ ചെയ്യുവാൻ താല്പര്യമുള്ള ആൾക്കാരെ വീണ്ടും സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. എന്നെന്നും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സമാധാനവും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് ഉറപ്പോടെ പറഞ്ഞുകൊണ്ട്, ജയ് ഹിന്ദ്, വന്ദേ മാതരം.